ജീവനു വേണ്ടി സ്വകാര്യ ബസ് ജീവനക്കാരും യാത്രക്കാരും ഒന്നിച്ചു നടത്തിയ പരിശ്രമം വിഫലമായി. സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട വയോധികനെ മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കര കുറുമല സ്വദേശി 79-കാരനായ നാരായണനാണ് മരിച്ചത്. പാലക്കാട്ട് നിന്നും പട്ടാമ്പിയിലേക്ക് പുറപ്പെട്ട വടക്കുംനാഥൻ ബസ്സിലായിരുന്നു സംഭവം. പാലക്കാട്ട് നിന്ന് കയറിയ നാരായണന് ബസ് ലക്കിടി കൂട്ടുപാതയിലെത്തിയപ്പോഴാണ് കടുത്ത നെഞ്ചുവേദനയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടത്. വയോധികന്റെ അവസ്ഥ കണ്ട് പരിഭ്രാന്തരായ യാത്രക്കാർ ഉടൻ തന്നെ അദ്ദേഹത്തിന് വെള്ളം നൽകി പ്രഥമ ശുശ്രൂഷ ലഭ്യമാക്കി. എന്നാൽ സ്ഥിതി ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ ബസ് ജീവനക്കാർ യാത്രക്കാരുടെ പൂർണ്ണ പിന്തുണയോടെ ബസ് നേരെ കണ്ണിയമ്പുറത്തെ വള്ളൂനാട് സ്വകാര്യ ആശുപത്രിയിലേക്ക് തിരിച്ചുവിടാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് മറ്റ് യാത്രക്കാരെ ഇറക്കാനോ കയറ്റാനോ ബസ് ഒരിടത്തും നിർത്തിയില്ല. തിരക്കേറിയ ഒറ്റപ്പാലം നഗരം ഉൾപ്പെടെയുള്ള സ്റ്റോപ്പുകൾ പൂർണ്ണമായും അവഗണിച്ചായിരുന്നു വടക്കുംനാഥൻ ബസിന്റെ ജീവൻ രക്ഷാപ്പാച്ചിൽ. ഡ്രൈവർ പടിഞ്ഞാറങ്ങാടി സ്വദേശി രതീഷ്, കണ്ടക്ടർ മണ്ണൂർ സ്വദേശി അനിൽകുമാർ, ക്ലീനർ പറളി സ്വദേശി രാജേഷ് എന്നിവരെടുത്ത ധീരമായ തീരുമാനത്തിന് ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും പൂർണ്ണ പിന്തുണ നൽകി. ബസ് ആശുപത്രിയിലേക്ക് കുതിക്കുന്നതിനിടയിൽ തന്നെ യാത്രക്കാരിൽ ചിലർ കണ്ണിയമ്പുറത്തെ വള്ളുവനാട് ആശുപത്രിയിലേക്ക് ഫോണിൽ വിളിച്ച് വിവരമറിയിക്കുകയും അത്യാഹിത വിഭാഗത്തിൽ ചികിത്സാ സംവിധാനങ്ങളും മെഡിക്കൽ സംഘത്തെ സജ്ജമാക്കി നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. രാവിലെ 11:19 ബസ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെത്തിച്ചു. നിമിഷങ്ങൾക്കകം നാരായണനെ സ്ട്രക്ചറിലേക്ക് മാറ്റി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന അദ്ദേഹം അരമണിക്കൂറിനകം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അടിയന്തരമായി ആശുപത്രിയിലേക്ക് സർവീസ് നടത്തിയതോടെ ബസിന്റെ സമയക്രമം പൂർണ്ണമായി തെറ്റുകയും തുടർന്നുള്ള ട്രിപ്പ് മുടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ആ നഷ്ടത്തിലും മനുഷ്യത്വം കൈവിടാൻ ജീവനക്കാർ തയ്യാറായില്ല. ആശുപത്രിയിൽ നിന്നും തിരികെ ഒറ്റപ്പാലം സ്റ്റാൻഡിൽ ബസ് എത്തിച്ച് അതുവരെ കൂടെ നിന്ന യാത്രക്കാരെ അവിടെ ഇറക്കി. തുടർന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് ടിക്കറ്റ് എടുത്തിരുന്ന യാത്രക്കാരെ തങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മറ്റു ബസ്സുകളിൽ കയറ്റിവിട്ട ശേഷമാണ് വടക്കുംനാഥൻ ബസ് ജീവനക്കാർ മടങ്ങിയത്. പാലക്കാട് നിർത്തു പട്ടാമ്പിക്ക് പോയിരുന്നു. യാത്രക്കാരൻ പൈസ മേടിക്കുമ്പോൾ ഒറ്റപ്പാലിലേക്ക് ടിക്കറ്റ് എടുത്ത ആള് ഒറ്റപ്പാലിലേക്ക് ടിക്കറ്റ് എടുത്തു. അപ്പോൾ കൂട്ടുപാത കഴിഞ്ഞപ്പോൾ ആള് വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഞാൻ കോളേജിലൂടെ നോക്കുമ്പോൾ ആള് കിടക്കണ്ടായിരുന്നു. അങ്ങനെ വെള്ളം വളർന്നു പറഞ്ഞു വെള്ളം കൊടുത്തു. അപ്പോൾ പിന്നെ ആള് പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ എടുക്കുന്നില്ല, ചെരിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ നേരെ വെള്ളവനാട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു.